ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ആക്ഷൻ ക്യാമറകളുടെ കാലമാണല്ലോ ഇപ്പോൾ. കരയിലും വെള്ളത്തിലും പറക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിരവധി ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള ക്യാമറ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഗോപ്രോയുടെ ഹീറോ ക്യാമറകളാണ് ഇതിൽ മികച്ചു നിൽക്കുന്നത്. അടുത്തിടെ ഹീറോയുടെ ഗോപ്രോ 8 വാങ്ങിയപ്പോഴുണ്ടായ അനുഭവങ്ങളും അതിൻ്റെ സവിശേഷതകളുമാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. UAE-യിൽ നിന്നാണ് ഗോപ്രോയുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിച്ചത്. ഇത് വാങ്ങുന്ന സമയത്ത് ഹീറോയുടെ ബണ്ടിൽ ഓഫറായിട്ടാണ് കിട്ടിയത്. ഈ ഓഫറിൽ ഒരു ആക്ഷൻ ക്യാമറ, ഒരു ട്രൈപോഡ്, ഒരു അഡീഷണൽ ബാറ്ററി, 32 GB മെമ്മറി കാർഡ്, ഒരു ഹെഡ് സ്ട്രാപ്പ് എന്നിവയാണ് കൂടെ കിട്ടിയത്. ഇതിനുവേണ്ടി €380, ഏകദേശം 1650 ദിർഹമാണ് ചിലവായത്. ഈ സമയത്ത് ഇവിടെ നിന്ന് ലോക്കലായി ഇത്രയും വാങ്ങിക്കണമെങ്കിൽ ഏകദേശം 2000 ദിർഹത്തോളം വില വരികയും ചെയ്യും. ഇത്രയും ആയപ്പോൾ ഗോപ്രോയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഇത് ഓർഡർ ചെയ്യുകയും UPS കൊറിയർ വഴി നെതർലാൻഡിൽ നിന്ന് 4 ദിവസം കൊണ്ട് UAE-യിൽ എത്തുകയും ചെയ്തു. ഇവിടെ ഡെലിവറിക്കായി UPS-ൽ നിന്ന് കോൾ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് കസ്റ്റംസ് ക്ലിയറൻസിനായി ഏകദേശം 230 ദിർഹത്തോളം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന്. എന്തായാലും ഓർഡർ ചെയ്തതിൽ അത്രയും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് 4 ദിവസം കാത്തുനിന്ന് ഇവിടെ സാധനം കിട്ടുകയും ചെയ്തു. പക്ഷേ ക്യാഷിൽ യാതൊരു ലാഭവും കിട്ടിയില്ല. ക്ലിയറൻസിനായി അടിച്ച ക്യാഷും ചേർത്ത് 2000 ദിർഹത്തിനടുത്തായി വില. ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞത് നേരെ ഏതെങ്കിലും ഷോറൂമിൽ ചെന്ന് ഡയറക്റ്റായി വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്യാമറ കയ്യിൽ കിട്ടുമെന്ന് മാത്രമല്ല 4 ദിവസം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. UAE-യിൽ നിന്ന് 1000 ദിർഹത്തിന് മുകളിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ക്ലിയറൻസിനായി കാശ് മുടക്കേണ്ടി വരും. ഇതൊരു അനുഭവമാണ്. ആരെങ്കിലും ഇതുപോലെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ബോക്സിലാണ് ഹെഡ് സ്ട്രാപ്പ് ഉള്ളത്. നമുക്കിത് വെള്ളത്തിൽ ചാടുമ്പോഴും മറ്റും തലയിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ കാറിലൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്റ്റിക്കറോട് കൂടിയ ഒരു ആക്സസറി, USB ചാർജർ, 2 ബാറ്ററി, ഒരു മെമ്മറി കാർഡ്, പിന്നെ ഇതിൻ്റെ ട്രൈപോഡും ഈ ഒരു ബോക്സിലുണ്ട്. നമുക്ക് ഗോപ്രോയുടെ വെബ്സൈറ്റിൽ നിന്ന് ക്ലൗഡ് സ്റ്റോറേജ് അവൈലബിൾ ആണ്. gopro.com/free+ എന്ന് ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇൻസ്ട്രക്ഷൻസ്, ക്വസ്റ്റനെയർ, ഗോപ്രോ സ്റ്റിക്കർ, യൂസർ മാനുവലും കൂടി ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ അയക്കുന്ന ഗോപ്രോ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ്. ഇത് സൂക്ഷിച്ച് വെക്കണം. ഈ ഒരു സ്ക്രൂ ആണ് ട്രൈപോഡിലൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന സൈഡിൽ നിന്ന് ചെറുതായി പ്രസ് ചെയ്ത് ഇപ്പോൾ കാണുന്ന റെഡ് കളർ കണ്ടാൽ ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബാറ്ററി സ്ലോട്ടിനടുത്ത് തന്നെയാണ് മെമ്മറി കാർഡ് ഇടാനുള്ള സ്പേസും. ഈ ബാറ്ററിയിൽ ഏകദേശം 50 മിനിറ്റോളം വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ക്യാമറകൾ വാങ്ങിക്കുമ്പോൾ അഡീഷണലായി 1-2 ബാറ്ററി വാങ്ങി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ക്യാമറ ഓൺ ചെയ്തതിന് മുമ്പ് ഡിസ്പ്ലേ കവർ റിമൂവ് ചെയ്യണം. ഞാനത് ഓൺ ചെയ്തിട്ടാണ് റിമൂവ് ആക്കിയത്. പിന്നെ ക്യാമറയുടെ ബേസിക് സെറ്റിങ്സുകളൊക്കെ ചെയ്യണം. ടൈം, ഡേറ്റ്, ലൊക്കേഷൻ, അങ്ങനെ കുറച്ച് ബേസിക് സെറ്റിങ്സുകൾ ചെയ്താൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്യാമറയിലെ ഫോട്ടോകളും വീഡിയോയും അപ്പോൾ തന്നെ മൊബൈലിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഞാൻ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതിനാൽ പ്ലേ സ്റ്റോറിൽ പോയി ഗോപ്രോ വീഡിയോ എഡിറ്റർ ആൻഡ് മൂവി മേക്കർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ആപ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമായ കണക്ഷനുകളായ വൈഫൈ, ലൊക്കേഷൻ, ബ്ലൂടൂത്ത് എന്നിവ ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാമറയുടെ പേര് നമുക്ക് ഇവിടെ നിന്ന് ആപ്പ് വഴി മാറ്റാവുന്നതാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പേരായ സിറാജ് ഫ്രോക്സ് തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ക്യാമറയ്ക്ക് ആവശ്യമായ അപ്ഡേറ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റായി ക്യാമറയും മൊബൈലും കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ക്യാമറയുടെ കൺട്രോൾ ഏറ്റെടുക്കാവുന്നതാണ്. നമ്മുടെ ക്യാമറ എവിടെയെങ്കിലും വെച്ച് കുറച്ച് മാറി നിന്ന് ഇതിൻ്റെ റെക്കോർഡ് ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ ക്യാമറയുടെ സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്യാനോ ഇത് ഉപയോഗപ്പെടുത്താം. കൂടാതെ നാം എടുക്കുന്ന വീഡിയോസ്, ഫോട്ടോസ് അപ്പോൾ തന്നെ മൊബൈലിലേക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ സ്റ്റോർ ചെയ്ത ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന വീഡിയോ ഈ ക്യാമറയിലെടുത്താണ്. നല്ല വീഡിയോ ക്ലാരിറ്റിയാണ് ഉള്ളത്. പിന്നെ ഈസി ഹാൻഡ്ലിങ്ങുമാണ്. 4K വീഡിയോ, ഫുൾ HD തുടങ്ങി നിരവധി ഫോർമാറ്റുകൾ നമുക്കിതിൽ നല്ല വീഡിയോസുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്യാമറയുമായി കൂടുതൽ വ്ളോഗ്സൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.